എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ എം നിഹിത. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ വാലന്റൈൻസ് ഡേ മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ഞാൻ ഒരുപാട് മേക്കപ്പ് ഒന്നും ഇടാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. ബട്ട് എൻ്റെ കയ്യിൽ അതുകൊണ്ട് തന്നെ കുറേ ഒക്കെ പ്രോഡക്റ്റ്സ് ഒന്നും ഇല്ല. അപ്പം ഞാൻ ഇന്ന് മമ്മിയുടെ കുറേ സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് മേക്കപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പണ്ട് ഞാനിങ്ങനെ മേക്കപ്പ് ചെയ്യുമായിരുന്നു. അത് വീഡിയോയ്ക്ക് വേണ്ടി എൻ്റെ പഴയ ചാനലിന് വേണ്ടിയിട്ട് ഞാൻ കുറേ മേക്കപ്പ് ഒക്കെ ഇടുമായിരുന്നു. പേഴ്സണലി എനിക്ക് താല്പര്യമില്ല മേക്കപ്പ് ഇടുന്നത്. ബട്ട് ഇന്ന് ഞാൻ ഇങ്ങനെ ചുമ്മാ തരുന്നപ്പോൾ ഞാൻ ഓർത്തു വാലന്റൈൻസ് ഡേ വരുവാണ്. അപ്പം ജസ്റ്റ് ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്ത് ഒരു വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പം നിങ്ങൾ എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, ആദ്യം തന്നെ നമ്മൾ സ്കിന്ന് പ്രെപ്പ് ചെയ്യണം. നമ്മുടെ നോർമൽ സ്കിൻ കെയർ ഡേ ടൈമിലൊക്കെ ആണെങ്കിൽ എന്തായാലും നമ്മൾ സൺസ്ക്രീൻ മസ്റ്റായിട്ടും ഇടണം. മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് ആണ് നമ്മൾ പ്രൈമർ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം ഞാനിപ്പം ഓൾറെഡി സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി പ്രൈമർ ഇട്ട് കൊടുക്കാം. പ്രൈമർ ഇട്ടു. ഇനി നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. പ്രൈമറൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ സ്കിന്നിൽ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പ്രൈമർ ഒക്കെ തേച്ചിട്ട് ഇപ്പോൾ കുറച്ച് നേരമായി. ഇനി അടുത്തതായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്ട്രോബ് ക്രീമാണ്. അപ്പം എൻ്റെ അടുപ്പിൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇത് എൻ്റെ ഈ ഒരു സ്ട്രോബ് ക്രീം എൻ്റെ പല വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് സിൽവർ ഷെയ്ഡാണ്. ഫേസസ് കാനഡയുടെ സിൽവർ. ഇത് ഓൾമോസ്റ്റ് തീർന്നു. ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മേക്കപ്പ് ഇടുന്ന ഇഷ്ടമില്ല. ബട്ട് ഈ ഒരു സാധനം മേക്കപ്പിൻ്റെ അണ്ടറിൽ വരുന്നതായതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ മേക്കപ്പേ യൂസ് ചെയ്യാറില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഇടയ്ക്ക് കേട്ടോ. ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ വെളിയിൽ പോകുമ്പോൾ ഇത് യൂസ് ചെയ്യാറില്ല. കുറച്ച് നാൾ മുമ്പ് വരെ ഞാൻ വെളിയിലൊക്കെ പോകുമ്പോൾ ഇത് യൂസ് ചെയ്യുമായിരുന്നു. ഇപ്പം ഞാൻ വെളിയിലേ പോകാറില്ല. അതുകൊണ്ട് ഇത് യൂസും ചെയ്യാറില്ല. സ്ട്രോബ് ക്രീം ഇങ്ങനെ തന്നെയാണോ യൂസ് ചെയ്യേണ്ടത് എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെയാണ് യൂസ് ചെയ്യാറ്. മെയിനായിട്ട് ഈ ഒരു ചീക്ക് ഏരിയ, നോസ്, ചിന്ന്, അതാണ് ഞാൻ മെയിനായിട്ടും ഇത് അപ്ലൈ ചെയ്യുന്ന ഏരിയാസ്. ഇത് തേച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് നന്നായിട്ട് സ്കിന്നിൽ ബ്ലെൻഡ് ആയോ എന്ന് നോക്കണം. അല്ലെങ്കിൽ നമ്മൾ വെളിയിൽ വെയിലത്തൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കിന് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. പിന്നെ നാട്ടുകാരായിരിക്കും നമുക്ക് പറഞ്ഞു തരുന്നത് അവിടെ ഇരിക്കുന്നു ഇവിടെ ഇരിക്കുന്നു എന്നൊക്കെ. സോ നമ്മൾ തന്നെ അത് ശ്രദ്ധിച്ചിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ആൾക്കാരുടെ മുന്നിൽ നാണം കെടേണ്ടി വരത്തില്ല. സോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഈ ഒരു മേക്കപ്പ് ലുക്കിൽ ഞാൻ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സ്ട്രോബ് ക്രീം യൂസ് ചെയ്തത്. നിങ്ങൾ ഫൗണ്ടേഷനും കൺസീലറും ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബട്ട് ഞാൻ ഇത് യൂസ് ചെയ്യാൻ ഫൗണ്ടേഷനും കൺസീലറും ഒന്നും യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യാത്തത് കേട്ടോ. ഇനി അടുത്തായിട്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഐലൈനറാണ്. ഞാൻ ഡാസ്ലറിൻ്റെ ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. ഡാസ്ലർ വളരെ കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഐലൈനറാണല്ലോ. ഇതെനിക്ക് ക്യാമറയിൽ എഴുതി കാണിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അല്ലാതെ മിററിൽ നോക്കി എഴുതിയിട്ട് വരാം. നമ്മൾ ഐലൈനർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഞാൻ വളരെ ലൈറ്റായിട്ടാണ് ഐലൈനർ അപ്ലൈ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാവുന്ന തന്നെ എനിക്കറിയില്ല, അത്രയ്ക്കും ലൈറ്റായിട്ടാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അടുത്തത് നമ്മൾ ഒരു എന്തുവാ പറയുന്നത്, മസ്കാറയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് മേബിലിൻ്റെ മസ്കാറയാണ് കേട്ടോ. മേബിലിൻ്റെ കുറേ എണ്ണം ഉണ്ട്. ഇത് മേബിലിൻ ദ ഫാൾസീസ് ലാഷ് ലിഫ്റ്റ് വാട്ടർ പ്രൂഫാണ് കേട്ടോ. ഇതാണ് പൊതുവേ ഞാൻ യൂസ് ചെയ്യാറ്. ഇത് എൻ്റെ അല്ല, മമ്മിയുടെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ പേരൊന്നും നോക്കാതെ എനിക്കറിയത്തില്ല പറയാൻ. എനിക്ക് സ്വന്തമായിട്ട് മസ്കാറ ഇല്ല ഗൈസ്. ഞാൻ യൂസ് ചെയ്യാറില്ലല്ലോ മേക്കപ്പ്. അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് വാങ്ങിച്ചിട്ടുമില്ല. അടുത്ത നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഐബ്രോ പെൻസിലാണ്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ആണ് കേട്ടോ. ഇതിനിങ്ങനെ ബ്രഷൊക്കെ വരുന്നുണ്ട്. എനിക്കിഷ്ടമാണ് ഇങ്ങനെ ബ്രഷുള്ള ഐബ്രോ പെൻസിൽസ്. വരയ്ക്കുന്നതിനപ്പുറം നമ്മൾ പിരികൊന്ന് ചീകി കൊടുക്കണം.
നമ്മളിങ്ങനെ പിരികം ചീകി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല വൃത്തിക്കിരിക്കും. നമുക്ക് പിരികം നല്ല ഷേപ്പിൽ കിട്ടും. പിന്നെ ജസ്റ്റ് ഈ പിന്നെ അത് ഇങ്ങനെ ഗ്യാപ്പ് ഉള്ളിടത്തൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മൾ ചീകിയിട്ട് ഇങ്ങനെ പിരികൊന്ന് ചീകി കഴിഞ്ഞിട്ട് നമ്മൾ ഐബ്രോ എഴുതുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ആ ഒരു ഇങ്ങനെ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ചീകി കഴിയുമ്പോൾ അത് നല്ല പ്രോപ്പർ ഷേപ്പിൽ ഇരിക്കും ഓൾറെഡി. നമുക്ക് ശരിക്കും പിന്നെ പെൻസിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഒന്ന് മര്യാദയ്ക്ക് ഇരിക്കും. പിന്നെ സ്പേസ് അവിടെ ഇവിടെയൊക്കെ സ്പേസ് ഉണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഇത് ഷാർപ്പ് ചെയ്തിട്ടില്ല. പിരികം വരച്ച് കഴിഞ്ഞു. എൻ്റെ എല്ലാ വീഡിയോയിലും എൻ്റെ പഴയ ചാനലിൽ എനിക്ക് കുറേ ചാനലുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ എൻ്റെ പഴയ ചാനലിലാണേലും ഈ ചാനലിലാണേലും എപ്പം ഞാൻ വീഡിയോ എടുക്കാനിരുന്നാലും പുറത്ത് കാക്ക, പശു, എൻ്റെ പട്ടിക്കുട്ടി, പൂച്ചയെക്കൊണ്ട് വലിയ ശല്യമില്ല. പൂച്ച ഇങ്ങനെ മ്യാവും മ്യാവും എപ്പോഴും വെക്കത്തില്ലല്ലോ. എൻ്റെ പട്ടിക്കുട്ടി എന്ത് കണ്ടാലും കുരയ്ക്കും. ഒരു പ്രാണി പറന്നു പോയാലും കുരയ്ക്കും. അപ്പം പണ്ട് തൊട്ട് എൻ്റെ എല്ലാ വീഡിയോയ്ക്കകത്തും എൻ്റെ സൗണ്ടിനേക്കാൾ കൂടുതൽ അവരുടെ സൗണ്ടായിരുന്നു ഹൈലൈറ്റായിട്ട് നിന്നിരുന്നത്. ഇപ്പോഴാണേലും ഞാൻ വീഡിയോ എടുക്കുമ്പം കാക്ക എവിടുന്ന് വന്നെന്ന് എനിക്കറിയത്തില്ല, വന്ന് ഇരുന്ന് ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. പാവം കാക്ക. കാക്കയോട് നമുക്ക് മിണ്ടായിരിക്കാൻ പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് കാക്ക അവിടെ ഇരുന്ന് ഒച്ച വെക്കട്ടെ. അടുത്തത് നമുക്ക് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാം. ഇത് ഇൻസൈറ്റിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെയും ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. അതൊരു ഷോർട്ട് വീഡിയോ ആയിരുന്നു. നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം, എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും കൊടുക്കാം. ഇതിൻ്റെത് ഓൾറെഡി കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അവിടെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഗൈസ്, ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ലിപ് ബാമും ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഞാൻ സ്കിൻ കെയർ ചെയ്തു എന്ന്. സ്കിൻ കെയറിൻ്റെ കൂട്ടത്തിൽ ഞാൻ ലിപ് ബാമും ഇട്ടിട്ടുണ്ടായിരുന്നു. ലിപ് ബാമും സ്കിൻ കെയറിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ ഞാൻ ഇപ്പം ലിപ്സ്റ്റിക് ഇടാൻ നേരം എൻ്റെ ചുണ്ടിൽ ഓൾറെഡി ലിപ് ബാം ഉണ്ടായിരുന്നു. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. ചില മാറ്റ് ഫിനിഷിംഗ് ആയിട്ടുള്ള ലിപ് ബാം ലിപ്സ്റ്റിക്സ് ഒക്കെ നമ്മൾ ഇടുമ്പോൾ ഭയങ്കരമായിട്ട് ചുണ്ട് ഡ്രൈ ആവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി അത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ ലിപ്പ് നമ്മൾ സെറ്റാക്കി വെക്കണം. ഇത് ഇടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കണം. ലൈക്ക് ലിപ് ബാം ഒക്കെ ഇട്ടൊന്ന് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കണം. അങ്ങനെയാണെങ്കിൽ ഈ മാറ്റ് ഫിനിഷിംഗ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് ഒക്കെ ഇടുമ്പോൾ കുറച്ചുകൂടെ മര്യാദയ്ക്ക് ലിപ്പ് നല്ല ഭയങ്കരമായിട്ട് ഡ്രൈ ആവാതെയൊക്കെ ഇരിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പും മേക്കപ്പ് ചെയ്യുന്ന ടൈമിലൊക്കെ മേക്കപ്പും സ്കിൻ കെയറും ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വെള്ളം കുടിച്ചിരിക്കണം. വെള്ളമൊക്കെ കുടിച്ച് ഹൈഡ്രേറ്റ് ആയിട്ട് ഇരുന്നിട്ട് വേണം മേക്കപ്പ് ചെയ്യാൻ. കാരണം നമ്മൾ ലിപ് ബാമും ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് മാത്രമല്ല, നമ്മൾ വെള്ളം കുടിച്ചിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യാനൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മുഖത്ത് കാണാനുണ്ടായിരിക്കും. നമ്മുടെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റ് ആയിട്ടും നല്ല ഒരു ഗ്ലോ ഉണ്ടാവും നമ്മുടെ സ്കിന്നിൽ. അത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് എൻ്റെ കമൻസിൽ വന്ന് പറ കേട്ടോ. അതായത് അത് പരീക്ഷിച്ചിട്ട് എങ്ങനെയുണ്ട്, വർക്കായോ ആയില്ലയോ എന്നുള്ളതൊക്കെ. എനിക്ക് വർക്കായിട്ടുണ്ട്. ഞാൻ വെള്ളം കുടിച്ച് ഞാനിത് എവിടെയോ വായിച്ചതാണ്. എനിക്കൊന്ന് പിൻട്രസ്റ്റിലാണെന്ന് തോന്നുന്നു. ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് കണ്ടു. അതിനകത്ത് ഞാൻ വായിച്ചതാണ്. ഇങ്ങനെ വായിച്ചു, ഇങ്ങനെ വെള്ളം കുടിച്ചിട്ട് മേക്കപ്പ് ഇട്ട പിൻട്രസ്റ്റിലാണോ എവിടെയോ ഞാനത് കണ്ടു. എനിക്കൊന്ന് പിൻട്രസ്റ്റ് ആണെന്ന് തോന്നുന്നു. അതിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെള്ളം കുടിച്ചിട്ട് നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ ആ ഒരു ഗ്ലോ ഉണ്ടാവും, ആ ഒരു ഹൈഡ്രേഷൻ നമ്മുടെ മുഖത്ത് കാണാൻ പറ്റുന്നുള്ളത്. സോ എനിക്ക് വർക്കായായിരുന്നു. അപ്പം നിങ്ങൾക്കും വർക്കാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി വർക്കായില്ലെങ്കിൽ തന്നെ വെള്ളം കുടിക്കുന്നതുകൊണ്ട് നമുക്ക് വേറെ ദോഷമൊന്നും വരാൻ പോകുന്നില്ലല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ വെള്ളം കുടിക്കുമല്ലോ. വെള്ളം ഈസ് വളരെ ഇമ്പോർട്ടൻറ്റ് ഗൈസ്. കാരണം ഇപ്പം ഭയങ്കര ചൂട്. സൂര്യൻ അകന്നു പോയി എന്ന് പറഞ്ഞാലും ചൂട് അവിടെ തന്നെ ഉണ്ട്. ചൂടിനൊന്നും ഒരു കുറവുമില്ല. സോ വെള്ളം ഈസ് വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എല്ലാം കഴിഞ്ഞു. ഇനി എനിക്ക് കുറച്ചുകൂടെ ഒരു ഗ്ലോ വരണം എന്നെനിക്ക് തോന്നുന്നുള്ളത് കൊണ്ട് ഞാൻ കുറച്ചുകൂടെ സ്ട്രോബ് ക്രീം യൂസ് ചെയ്യുകയാണ്. ഞാൻ സ്ട്രോബ് ക്രീം ഒന്നും പണ്ട് യൂസ് ചെയ്യാത്ത ഒരാളായിരുന്നു. ബട്ട് ഇത് മേടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര
ഇഷ്ടപ്പെട്ടു. അതായത് എനിക്ക് ഞാൻ മേക്കപ്പ് ഞാൻ ഇടത്തില്ലെങ്കിലും മേക്കപ്പ് ഇടുന്ന ടൈമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈ മേക്കപ്പിൽ ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഹൈലൈറ്റർ ആണ് കേട്ടോ. നല്ല ഗ്ലോ ആയിട്ട് മുഖം നിൽക്കുമല്ലോ ഹൈലൈറ്റർ യൂസ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് ഹൈലൈറ്റർ ഒക്കെ യൂസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മേക്കപ്പിൽ. അല്ലാതെ ഫൗണ്ടേഷനും കൺസീലറും ഒന്നും ഇഷ്ടമില്ല. ബട്ട് ഇടുന്ന ടൈമിൽ മേക്കപ്പ് ഇടുന്ന ടൈമിൽ ഹൈലൈറ്റർ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന ഒരു സാധനം. അപ്പോൾ ഞാൻ വെയിലത്തൊക്കെ ഹൈലൈറ്റർ ഒക്കെ ഇട്ടിട്ട് വെയിലത്ത് പോകുമ്പം എല്ലാവർക്കും മനസ്സിലാവും ഞാൻ ഭയങ്കരമായിട്ട് പുട്ടിയിട്ടിട്ട് വന്നേക്കുവാണ് എന്നുള്ളൊരു ഇത് ഫീലിംഗ് തോന്നുന്ന പോലെയാണ്. അത് എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും ഫൗണ്ടേഷൻ ഒന്നും നമ്മൾ ഇട്ടില്ലേ പോലും ഹൈലൈറ്റർ നമ്മൾ നല്ലതായിട്ട് ഇട്ടാൽ തന്നെ നമ്മൾ ഭയങ്കര മേക്കപ്പാണെന്ന് തോന്നിക്കും. ഞാൻ തോന്നിക്കാൻ വേണ്ടിയല്ല ഇടുന്നത്. ബട്ട് എനിക്ക് ഹൈലൈറ്റർ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഹൈലൈറ്റർ ഇട്ടിട്ട് പോകുന്നത്. ബട്ട് കുറേ പേര് എൻ്റെ അടുത്ത് അത് നല്ലതാണെന്നും പറഞ്ഞിട്ടുണ്ട്. കുറേ പേര് എൻ്റെ അടുത്ത് ഇത് ഭയങ്കര ഓവറാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്കിങ്ങനെ ഗ്ലോ ആയിട്ട് നിൽക്കുന്ന എന്ത് പ്രോഡക്റ്റ് കിട്ടിയാലും ഞാൻ യൂസ് ചെയ്യും. മേക്കപ്പിൽ എൻ്റെ ഫേവറേറ്റ് പ്രൊഡക്റ്റ് ഹൈലൈറ്ററാണ്. ഇപ്പം ഇപ്പം കറൻ്റ്ലി ഇതാണ് സോപ്പ് ക്രീമാണ്. അത് ഒരുപാട് തിളക്കമൊന്നും തരത്തില്ലെങ്കിൽ ഒരു നാച്ചുറൽ ഫിനിഷിങ് തരും. നമ്മൾ പ്രൈമറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നേരെ ഇത് ഇട്ടാലും ആ ഒരു മേക്കപ്പ് ഇട്ട പോലെ ഉള്ളൊരു ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നത് പൊതുവേ നമ്മൾ മേക്കപ്പ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണല്ലോ. അപ്പം സോപ്പ് ക്രീം യൂസ് ചെയ്താലും ഒരു മേക്കപ്പ് ഇട്ട പോലത്തെ ഒരു ഫീലിംഗും കിട്ടും. ഒരുപാട് ഓവറായിട്ട് തോന്നത്തുമില്ല. ഹൈലൈറ്റർ ഇട്ട് കഴിഞ്ഞാൽ കുറേയും കൂടെ നല്ല ഭയങ്കരമായിട്ട് ഗ്ലോ ആയിട്ട് നിൽക്കുമല്ലോ. ഇത് സോപ്പ് ക്രീം അത്ര ഗ്ലോ തരത്തില്ല. ബട്ട് ഒരു നാച്ചുറൽ ഫിനിഷിങ്ങും ഒരു കുറച്ചൊരു ഗ്ലോയും ഉണ്ട്. കുറച്ചല്ല കുറച്ചധികം. ഹൈലൈറ്ററിൻ്റെ അത്രയില്ല ബട്ട് ഗ്ലോ ഉണ്ട്. അങ്ങനത്തെ ഒരു ഫിനിഷ്. അപ്പം നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ലിപ്സ്റ്റിക്ക് കുറച്ചുകൂടെ വേണോ? വേണ്ടാന്ന് തോന്നുന്നു. ഇനിയും ഫൈനൽ ലുക്ക് നമുക്ക് കാണാം. അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ മുടിയൊന്ന് അഴിച്ചിട്ടു ആൻഡ് ഒരു കുട്ടി പേളിൻ്റെ കമ്മലും കൂടി ഇട്ടു. എനിക്ക് ഒരുപാട് ഹെവി ഇയറിങ്സ് ഒന്നും ഇഷ്ടമില്ല ഗൈസ്. ഞാൻ പണ്ട് തൊട്ടേ എനിക്ക് വളരെ കുഞ്ഞ് കമ്മലിടുന്നതാണ് ഇഷ്ടം. ബട്ട് എനിക്ക് ചിലതൊക്കെ ഇഷ്ടമാണ്. ഇപ്പം നല്ല സ്റ്റഡായിട്ടുള്ള കമ്മലുകളാണ് എനിക്കിഷ്ടം. ഇങ്ങനെ സ്റ്റഡായിട്ട് തന്നെ ഇത്തിരി വലുപ്പമുള്ള വലിയ വലിയ കമ്മലാണെങ്കിൽ ഓക്കെ. ഇങ്ങനെ 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 തൂങ്ങി കിടക്കുന്ന പോലത്തെ കമ്മലൊന്നും എനിക്കിഷ്ടമില്ല. സ്റ്റഡിൽ തന്നെ ഇത്തിരി വലുതാണെങ്കിൽ ഓക്കെയാണ്. ബട്ട് ഞാൻ വളരെ കുറവാണ് അത് ഇടുന്നത്. പൊതുവേ കൂടുതലും ഒരു 98% ഞാൻ കുഞ്ഞു കമ്മലുകളാണ് ഇടാറുള്ളത്. പിന്നെ ബാക്കിയുള്ള 2% ഞാൻ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ മാത്രമേ ഇത്തിരി വലിയ കമ്മലൊക്കെ എടുത്തുള്ളൂ. അപ്പം അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു മേക്കപ്പ് ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.